മലയാള മനോരമ ജൂലൈ 3 മിഥുനം 19 ബുധൻ. പ്രധാന വാർത്തകൾ. ഇനി ഇമ്മിണി ബല്യ കോഴിക്കോട്. ലോക സാഹിത്യവേദിയുടെ അമരത്ത് കോഴിക്കോടിന്റെ സിംഹാസനം. യുനെസ്കോ സാഹിത്യ നഗരം ബഹുമതി പോർച്ചുഗലിലെ ബ്രാഗയിൽ ഏറ്റുവാങ്ങി. വാസ്കോഡഗാമയുടെ പോർച്ചുഗലിൽ തലയുയർത്തി നിന്ന് കോഴിക്കോടിന്റെ ചരിത്ര വിളംബരം. ഇതാ ഞങ്ങളുടെ ദേശത്തിന്റെ വിജയഗാഥ. പോയ നൂറ്റാണ്ടുകളുടെ ചരിത്രത്തിൽ നിന്ന് ആകാശത്തോളം ഞങ്ങൾ വളർന്നിരിക്കുന്നു. കഥകളും കവിതകളും നാടകവും ഓർമ്മകളുമെല്ലാം തോറ്റിയുണർത്തിയ സാഹിത്യ സാമ്രാജ്യമായി ഞങ്ങളിതാ സാഭിമാനം നിൽക്കുന്നു. ഞങ്ങളുടെ പേരാണ് കോഴിക്കോട്. പോർച്ചുഗലിലെ ബ്രാഗയിൽ നടക്കുന്ന യുനെസ്കോ സർഗാത്മക നഗര നെറ്റ്വർക്ക് സമ്മേളന വേദിയിൽ ഇന്നലെ രാത്രി 9:30 കോഴിക്കോട് അവതരിപ്പിക്കപ്പെട്ടത്. രാജ്യത്ത് ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗര പദ്ധതി നേടിയ കോഴിക്കോടിനെ ഇന്നലെ സമ്മേളന വേദിയിലേക്ക് സ്വീകരിച്ചു. തുടർന്ന് മേയർ ബീന ഫിലിപ്പ് സാഹിത്യ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ട കോഴിക്കോടിനെ ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചു. ദുരന്തം. UP ഹാദ്രസിലെ പ്രാർത്ഥനാ യോഗത്തിനിടെ തിക്കിലും തിരക്കിലും 116 മരണം. യോഗാവസാനം ആളുകൾ തിരക്ക് കൂട്ടിയെന്ന് പോലീസ്. 100ഓളം പേർക്ക് പരിക്ക്. മരണസംഖ്യ ഉയർന്നേക്കും. ഉത്തർപ്രദേശിൽ ഹാദ്രസ് ജില്ലയിലെ പുർറായി ഗ്രാമത്തിൽ പ്രാർത്ഥനാ യോഗത്തിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും 116 പേർ മരിച്ചു. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും. മരിച്ചവരിൽ അധികവും സ്ത്രീകളും കുട്ടികളുമാണ്. 100ഓളം പേർ പരിക്കുകളോടെ ചികിത്സയിലാണ്. ഹരിബോലെ ബാബ എന്ന ഗുരുവിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രാർത്ഥനാ യോഗത്തിന്റെ അവസാനം അനുഗ്രഹം തേടി ആളുകൾ തിരക്കുകൂട്ടിയതിനെ തുടർന്ന് അപകടമുണ്ടായെന്നാണ് പോലീസ് നിഗമനം. സമീപ ജില്ലകളിൽ നിന്നുൾപ്പെടെ ആയിരങ്ങൾ എത്തിയിരുന്നു. ഇത്രയും പേരെ ഉൾക്കൊള്ളാനുള്ള ക്രമീകരണം സംഘാടകർ നടത്തിയിരുന്നില്ല. പരിക്കേറ്റവരെ ട്രക്കുകളിലും ട്രാക്ടറുകളിലുമാണ് ആശുപത്രികളിൽ എത്തിച്ചത്. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഗാസ. ഇസ്രയേൽ ബോംബാക്രമണം രൂക്ഷം. തെക്കൻ ഗാസയിൽ വീണ്ടും ഒഴിപ്പിക്കൽ. ഒഴിഞ്ഞു പോകാൻ 2.5 ലക്ഷം പലസ്തീൻകാർക്ക് ഇസ്രയേൽ നിർദ്ദേശം. തെക്കൻ ഗാസയിൽ ബോംബാക്രമണം കടുപ്പിച്ച ഇസ്രയേൽ വീണ്ടും ആളുകളെ ഒഴിപ്പിക്കുന്നു. ഖാൻ യൂനിസിലും റഫേലുമുള്ളവർ പ്രയോജനപ്പെടുത്തിയിരുന്ന യൂറോപ്യൻ ഗാസ ഹോസ്പിറ്റൽ ഉൾപ്പെടെ കേന്ദ്രങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാനാണ് 2.5 ലക്ഷം പലസ്തീൻകാരോട് ഇസ്രയേൽ ആവശ്യപ്പെട്ടത്. ഖാൻ യൂനിസിന് സമീപം അൽ ഖരാര, ബാനി സുഹൈല പ്രദേശങ്ങളിൽ നിന്ന് പലായനം തുടങ്ങി. തെക്കൻ ഗാസയിലെ ഇപ്പോഴത്തെ നടപടികളോടെ യുദ്ധത്തിന്റെ രൂക്ഷഘട്ടം അവസാനിക്കുകയാണെന്നും ഹമാസ് വീണ്ടും സംഘടിക്കുന്നത് ഒഴിവാക്കാനുള്ള പോരാട്ടത്തിലേക്ക് മാത്രമായി സൈനിക നീക്കം ഒതുങ്ങുമെന്നും ഇസ്രയേൽ പറയുന്നു. ഹമാസിന്റെ ആയുധക്ഷമതയും പോരാട്ടശേഷിയും തകർക്കാനായെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ അവകാശവാദം. എന്നാൽ ഇനിയും വർഷങ്ങളോളം യുദ്ധം ചെയ്യാനാകുമെന്ന് ഹമാസ് പറയുന്നു. ഗാസ സിറ്റിയിൽ പട്ടാള ടാങ്കുകളുടെ ഷെല്ലാക്രമണത്തിൽ 17 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഗാസയിൽ 27 പലസ്തീൻകാർ 24 മണിക്കൂറിൽ കൊല്ലപ്പെട്ടെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 81 പേർക്ക് പരിക്കേറ്റു. 9 മാസം പിന്നിട്ട യുദ്ധത്തിൽ ഇതുവരെ 37,925 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. പരശുറാം ഇന്നു മുതൽ കന്യാകുമാരി വരെ. വടക്കൻ കേരളത്തിലെ തിരക്കിന് പരിഹാരമായി 2 ജനറൽ കോച്ചുകൾ കൂടി. മംഗളൂരു നാഗർകോവിൽ പരശുറാം എക്സ്പ്രസ് ഇന്നു മുതൽ കന്യാകുമാരി വരെ സർവീസ് നടത്തും. വടക്കൻ കേരളത്തിലെ വൻ തിരക്കിന് പരിഹാരമായി ട്രെയിനിൽ കോച്ചുകൾ കൂട്ടുന്നതിന്റെ ഭാഗമായാണ് കന്യാകുമാരിയിലേക്ക് നീട്ടിയത്. ഇന്നു മുതൽ പുതിയ 2 ജനറൽ കോച്ചുകളടക്കം 23 കോച്ചുകൾ ഉണ്ടാകും. ഇതോടെ ജനറൽ കോച്ചുകൾ 16ആയി. നാഗർകോവിലിലെ പ്ലാറ്റ്ഫോമിൽ 21 കോച്ചിൽ കൂടുതൽ നിർത്താൻ കഴിയാത്തതുകൊണ്ട് പരശുറാം കന്യാകുമാരിയിലേക്ക് നീട്ടാൻ തിരുവനന്തപുരം ഡിവിഷൻ ശുപാർശ ചെയ്തിരുന്നു. ഇതിന് ജൂലൈയിൽ പുതിയ ടൈം ടേബിൾ വരണമെന്ന നിലപാടിലായിരുന്നു ദക്ഷിണ റെയിൽവേ. ജൂലൈയിൽ ടൈം ടേബിൾ പരിഷ്കരണം ഇല്ലാതെ വന്നതോടെ ട്രെയിൻ നീട്ടുന്നതും അനിശ്ചിതത്വത്തിലായിരുന്നു. സോളാർ വൈദ്യുതി ഉൽപ്പാദകർക്ക് നൽകുന്ന നിരക്കിൽ വർധന. ഫീഡിൻ താരിഫ് യൂണിറ്റിന് ഇനി 3.15 രൂപ, 2.69 രൂപയായിരുന്നു ഇതുവരെ. സോളാർ വൈദ്യുതി ഉൽപ്പാദകർക്ക് KSEB നൽകേണ്ട ഫീഡിൻ താരിഫ് യൂണിറ്റിന് 3.15 രൂപയായി വർദ്ധിപ്പിച്ചു. 2023 ഏപ്രിൽ 1 മുതൽ 2024 മാർച്ച് 31 വരെ KSEB ഗ്രിഡിൽ നിന്ന് ഉപയോഗിച്ചതിനേക്കാൾ കൂടുതൽ വൈദ്യുതി ഗ്രിഡിലേക്ക് നൽകിയവർക്കാണ് പുതിയ നിരക്കിൽ വില ലഭിക്കുക. ഉദാഹരണത്തിന് മാർച്ച് 31 KSEBയുടെ വൈദ്യുതി ബാങ്കിംഗ് പ്രകാരം 100 യൂണിറ്റ് വൈദ്യുതി അവശേഷിച്ചിരുന്നവർക്ക് 315 രൂപ അക്കൗണ്ടിൽ ലഭിക്കും.
2022-23 വർഷം ഫീഡിൻ താരിഫ് 2.69 രൂപയായിരുന്നു. ലൈഫ് പ്രധാനമന്ത്രി ഭവന പദ്ധതിയിലെ വീടുകൾ വിൽക്കാൻ അനുമതി. ധനസഹായം പലിശ സഹിതം തിരിച്ചടയ്ക്കണം. തദ്ദേശ സ്ഥാപനങ്ങളുടെ കൂടി ധനസഹായത്തോടെ ലൈഫ് ഭവന പദ്ധതിയിലും പ്രധാനമന്ത്രി ആവാസ് യോജനയിലും ഉൾപ്പെടെ നിർമ്മിച്ച വീടുകൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാഹചര്യത്തിൽ വിൽക്കാൻ ഗുണഭോക്താക്കൾക്ക് അനുമതി നൽകുന്നു. ഇതിനായി പൊതുമാനദണ്ഡങ്ങൾ തയ്യാറാക്കി. ധനസഹായമായി കൈപ്പറ്റിയ തുക 9% പലിശയോടെ തിരിച്ചടയ്ക്കണമെന്നും 5 വർഷത്തേക്ക് സർക്കാരിന്റെ ഭവന പദ്ധതികൾക്ക് അർഹതയില്ലെന്ന സത്യവാങ്മൂലം നൽകണമെന്നതുമാണ് പ്രധാന നിബന്ധന. വീട് വിറ്റാലും ഭവനരഹിതരാകുന്നില്ലെന്ന് തദ്ദേശ സ്ഥാപന സെക്രട്ടറി റിപ്പോർട്ട് നൽകണം. വീടിന്റെ ഉടമസ്ഥത കൈമാറാൻ 7 വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തി ഗുണഭോക്താവും തദ്ദേശ സ്ഥാപനവും തമ്മിൽ നിലവിലുള്ള കരാർ റദ്ദാക്കുന്നത് ഈ നിബന്ധനകൾ പാലിച്ചെന്ന് ഉറപ്പാക്കിയ ശേഷമാകും. അപേക്ഷകളിൽ തീരുമാനമെടുക്കാൻ കലക്ടർമാർ ചെയർമാനും തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർമാർ കൺവീനറുമായി ജില്ലാതല സമിതിയും നിയോഗിച്ചു. +1 VHSC ഒഴിവ് വിവരങ്ങൾ സൈറ്റിൽ. സപ്ലിമെന്ററി പ്രവേശനത്തിന് അപേക്ഷ നാളെ വരെ. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സപ്ലിമെന്ററി പ്രവേശനത്തിന് നാളെ വൈകിട്ട് 5 വരെ അപേക്ഷിക്കാം. ഈ വർഷം പ്രവേശനത്തിന് അപേക്ഷിക്കാനുള്ള അവസാന അവസരമാണിത്. സ്കൂളുകളിൽ ഒഴിവുള്ള സീറ്റുകളുടെ വിവരം ഏകജാലക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. പരീക്ഷ ജയിച്ചവരടക്കം മുഖ്യഘട്ടത്തിൽ അപേക്ഷിക്കാത്തവരാണ് പുതുതായി അപേക്ഷിക്കേണ്ടത്. മുഖ്യഘട്ടത്തിൽ അപേക്ഷിച്ചിട്ടും അലോട്ട്മെന്റ് ലഭിക്കാത്തവർക്കും അപേക്ഷയിലെ പിഴവുകൾ മൂലം അലോട്ട്മെന്റും പ്രവേശനവും നിഷേധിക്കപ്പെട്ടവർക്കും അപേക്ഷ പുതുക്കിയും തിരുത്തിയും നൽകാൻ അവസരമുണ്ട്. സീറ്റ് ഒഴിവുള്ള സ്കൂളും കോമ്പിനേഷനും മാത്രമേ സപ്ലിമെന്ററി ഘട്ടത്തിൽ ഓപ്ഷനായി തിരഞ്ഞെടുക്കാനാകൂ. സ്പോർട്സ് ക്വാട്ട, എയ്ഡഡ് സ്കൂളുകളിലെ മാനേജ്മെന്റ്, കമ്മ്യൂണിറ്റി ക്വാട്ട എന്നിവയിൽ ഒഴിവ് വന്ന സീറ്റുകളും മെറിറ്റ് ക്വാട്ടയിലേക്ക് മാറ്റിയാണ് സപ്ലിമെന്ററി പ്രവേശനം. നിലവിൽ ഏതെങ്കിലും ക്വാട്ടയിൽ പ്രവേശനം നേടിയവർക്കും അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാത്തവർക്കും മെറിറ്റ് ക്വാട്ടയിലെ പ്രവേശനം റദ്ദാക്കിയവർക്കും ഏതെങ്കിലും ക്വാട്ടയിൽ പ്രവേശനം നേടിയ ശേഷം വിടുതൽ സർട്ടിഫിക്കറ്റ് വാങ്ങിയവർക്കും അപേക്ഷിക്കാൻ അവസരമില്ല. പട്ടികക്ഷേമ വകുപ്പിന് കീഴിലുള്ള 12 മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്കും നാളെ വരെ അപേക്ഷിക്കാം. നഴ്സിംഗ് പാരാമെഡിക്കൽ കൺഫർമേഷന് അവസാന അവസരം. PSC പ്രൊഫൈൽ ലോഗിൻ ചെയ്യാൻ OTP സംവിധാനം. PSCയിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫൈൽ ലോഗിൻ ചെയ്യാൻ OTP സംവിധാനം നിലവിൽ വന്നു. സുരക്ഷാ കാരണങ്ങളാൽ 6 മാസത്തിലൊരിക്കൽ പാസ്വേഡ് പുതുക്കാൻ ശ്രദ്ധിക്കണം. 18 വർഷത്തെ ജയിൽവാസം അവസാനിക്കുന്നു. അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കി. ഇനി വെളിച്ചം. ദയാധനം സ്വീകരിച്ച് മാപ്പ് നൽകാമെന്ന് കൊല്ലപ്പെട്ടയാളുടെ കുടുംബാംഗങ്ങൾ കോടതിയിൽ. 18 വർഷമായി റിയാദിലെ ജയിലിൽ കഴിയുന്ന കോടമ്പുഴ സീനത്ത് മൻസിലിൽ മച്ചിലകത്ത് അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ കോടതി റദ്ദാക്കി. ദയാധനം സ്വീകരിച്ച് റഹീമിന് മാപ്പ് നൽകാമെന്ന് കൊല്ലപ്പെട്ടയാളുടെ കുടുംബാംഗങ്ങൾ ഇന്നലെ ഉച്ചയ്ക്ക് കോടതിയിൽ നേരിട്ടെത്തി ബോധിപ്പിച്ചതിനെ തുടർന്നാണ് റിയാദ് ക്രിമിനൽ കോടതിയുടെ ഉത്തരവ്. ഇന്ത്യൻ എംബസി വഴി കോടതിയിൽ കെട്ടിവെച്ച 34.35 കോടി രൂപ ചെക്ക് കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബത്തിന്റെ പവർ ഓഫ് അറ്റോർണിക്ക് കൈമാറി. മോചനദ്രവ്യമായി സൗദി കുടുംബം ആവശ്യപ്പെട്ട തുക തയ്യാറാണെന്ന് നേരത്തെ ഇന്ത്യൻ എംബസി കുടുംബത്തെയും അവരുടെ അഭിഭാഷകരെയും അറിയിച്ചിരുന്നു. തുടർന്നാണ് നിയമപരമായി നടപടികൾ പൂർത്തിയാക്കി തുക നൽകിയത്. അഭിഭാഷക ഫീസായി 1.71 കോടി രൂപ നേരത്തെ ഇന്ത്യൻ എംബസി മുഖേന കൈമാറിയിരുന്നു. വധശിക്ഷ റദ്ദാക്കി ഉത്തരവായതോടെ ജയിൽ മോചന നടപടികൾ വേഗത്തിലാക്കാൻ റിയാദിലെ റഹീം നിയമസഹായ സമിതി അഭിഭാഷകർ മുഖേന ഇടപെടൽ തുടങ്ങി. ശുഭദിനം. നന്ദി.